ഹായ് ഹലോ, ഇന്ന് ശർക്കര നെല്ലിക്കൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് നെല്ലിക്ക കഴുകി വെച്ചതാണ് കേട്ടോ അത്. പിന്നെ നെല്ലിക്ക ഒന്ന് ആവി കയറ്റണം. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം പാത്രത്തിലെടുത്തുകൊണ്ട് ചൂടാക്കാൻ വെക്കുകയാണ്. അതിനുശേഷം നെല്ലിക്ക ആവി കയറ്റാനും വേണ്ടിയിട്ട് പാത്രത്തിലിട്ടിട്ടോ. അതിനുശേഷം തീ ഓണാക്കി നെല്ലിക്ക ആവി കൊള്ളിക്കുകയാണ്. നെല്ലിക്ക നല്ലോണം ആവി കൊള്ളരുത് കേട്ടോ. ഒരു ലൈറ്റ് യെല്ലോ ആകുമ്പോഴത്തേന് തന്നെ നെല്ലിക്ക എടുക്കണം കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണം നെല്ലിക്ക ആവി കയറിയിട്ടുണ്ടോ എന്നൊക്കെ. കാരണം നല്ലോണം ആയാലുണ്ടല്ലോ നെല്ലിക്ക പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ അതിന് ശേഷം ഞാൻ ശർക്കര ഒന്ന് കഴുകി ശർക്കര ഉരുക്കാൻ വെക്കുകയാണ്. ശർക്കരയിൽ നമുക്കിഷ്ടമുള്ളത്ര ശർക്കര എടുക്കുക കേട്ടോ. അതൊക്കെ നമ്മളിഷ്ടം പോലെയാണ്. നമുക്ക് എത്രയും മധുരം വേണ്ടത് അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അതിനനുസരിച്ച് ഞാനിപ്പോൾ 3 അച്ച് ശർക്കര എടുത്തത്. അങ്ങനെ അത് ഉരുക്കാനും വേണ്ടിയിട്ട് വെക്കുകയാണ്. അങ്ങനെ 2 അടുപ്പിലായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിൽ നെല്ലിക്കയും വെച്ചിക്കണം, ഒന്നിൽ ഇതേമാതിരി ശർക്കര ഉരുക്കാനും വെച്ചിക്കണം. അങ്ങനെ ശർക്കര ഇങ്ങനെ തിളക്കാനായിട്ട് നിൽക്കുകയാണ്. ശർക്കര നല്ല ഉരുകണം കേട്ടോ. അതിനുശേഷം ഞാൻ നെല്ലിക്ക എന്തായി എന്ന് നോക്കുകയാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് നോക്കണം, നെല്ലിക്ക പെട്ടെന്ന് ആവി കയറും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കും വേണം. അങ്ങനെ ഞാൻ ഓരോന്നിങ്ങനെ എന്താ സെറ്റായിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. ഓരോന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാ ഫസ്റ്റ് ആവാന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ശർക്കര എല്ലാം ഒരുക്കി തിളച്ച് നിൽക്കണം കേട്ടോ. ഇനി നെല്ലിക്ക ആയിട്ട് വേണം ശർക്കര പാനിയിൽ ഇടാൻ. അതിന് വേണ്ടി നെല്ലിക്കക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അതിനുശേഷം നെല്ലിക്ക ആയി ഇങ്ങോട്ട് നെല്ലിക്ക ഒരു പാത്രത്തേക്ക് മാറ്റി കേട്ടോ. ഓരോ നെല്ലിക്കും നല്ലതുപോലെ അതിൻ്റെ വെള്ളം കളയണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു തുണി എടുത്തുകൊണ്ട് ഇങ്ങനെ ഓരോന്നായിട്ട് തുടച്ചെടുക്കുകയാണ്. നല്ല വെള്ളം കളയണം അതിത്തൊക്കെ. ഈ നെല്ലിക്ക ഞാനൊരു 3-4 ദിവസമായിട്ടോ കൊണ്ടുവന്നിട്ട് പല നെല്ലിക്കും ഡാമേജ് വന്നിരിക്കണേ. അതന്നെ ഞാൻ ചെത്തിയെടുത്തതാണ്. കാരണം എനിക്കിത് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ നെല്ലിക്ക 3-4 ദിവസമായി കൊടുന്ന് വെച്ചിട്ട് കുറേ നെല്ലിക്കക്ക് ഡാമേജ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ചെത്തിയെടുത്ത് അതിനുശേഷം ഓരോന്ന് വെള്ളം തുടച്ച് എടുത്തുകൊണ്ട് ഒരു ഫോർക്ക് എടുത്തുകൊണ്ട് നെല്ലിക്കക്ക് ഹോൾ ഉണ്ടാക്കുകയാണ്. നല്ലോണം നെല്ലിക്ക ആവരുത് കേട്ടോ ആവിയിൽ. കാരണം നല്ലോണം ആയാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഫോർക്കൊക്കെ കുത്തുന്ന ടൈമിൽ അതിങ്ങനെ പൊടിഞ്ഞു പോകും. അതുപോലെ ശർക്കര വെള്ളത്തിൽ കുറേ ടൈം കിടക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ലോണം ആയാൽ അതിലിങ്ങനെ പൊടിഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകും. അങ്ങനെ ഓരോന്നെടുത്താണ് ഇങ്ങനെ ഞാൻ കുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ആരുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ എല്ലാം ഇങ്ങനെ ചെയ്യാണ്. എനിക്ക് ട്രൈപോഡും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ സെറ്റ് ചെയ്യണം അങ്ങനെയൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഓരോ ഇതിലിങ്ങനെ ആയിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. ഇഷ്മോളുണ്ടെങ്കിൽ ഇഷ്മോൾ എടുത്തു തന്നിരുന്നു. ഓൾക്ക് സ്കൂളുള്ളത് കൊണ്ട് തന്നെ അപ്പം ഞാനിങ്ങനെ ബാക്ക് ക്യാമറ ആയിട്ടും ഫ്രണ്ട് ക്യാമറ ആയിട്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ട് നിൽക്കണം. നമുക്ക് എങ്ങനെയാണോ എന്തുകൊണ്ട് കുത്താട്ടോ, ഫോർക്ക് തന്നെ വേണമെന്നില്ല. അതിന് ശേഷം ശർക്കരയ്ക്ക് ഉരുക്കി ശർക്കര അരിച്ചെടുക്കട്ടത്. ശർക്കരയിലാണെങ്കിൽ കണ്ടമാനം വേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തോരം വേസ്റ്റ് അറിയാം. ഞാൻ ഒരു 3-4 പ്രാവശ്യം ശർക്കര അരിച്ചെടുത്തത്. ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ അരിപ്പയിലുള്ള വേസ്റ്റ് ആട്ടോ. കുറേ സമയം ഞാൻ അരിച്ചെടുത്ത് കുറേ ടൈം കഴിഞ്ഞാലട്ടോ. ഇതിക്ക് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ ഒരു മധുരവും പുളിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും, എനിക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഇഷ്മോൾക്കും ഹസ്ബൻഡിനൊന്നും വലിയ ഇഷ്ടമല്ല. ഞാൻ തന്നെ ഫുള്ളുണ്ടാക്കി ഞാൻ തന്നെ കഴിക്കണ്ടേ അങ്ങനെ കേട്ടോ. ഞാൻ അപ്പോൾ ഇത് വീഡിയോക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. പണ്ടൊക്കെ പറഞ്ഞാൽ ഇത് ചൂടാക്കാതെ അങ്ങനെ വെള്ളത്തിലല്ല ശർക്കര വെള്ളത്തിലിട്ട് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ശർക്കര വെള്ളത്തിക്ക് നെല്ലിക്ക ഇട്ടു. ഇനി ഇത് ഗ്യാസിൽ വെക്കണം കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ചൂടായി തിളച്ച് വരണം. അപ്പോൾ പണ്ട് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചെറിയ കാലത്തൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. അതൊക്കെ പണ്ട് ഓരോരോ എന്താ പറയുക മരുന്നാണെന്നൊക്കെ പറയണതൊക്കെ. അങ്ങനെ ഞാൻ സ്റ്റൗവിൽ വെച്ച് സിമ്മിലാട്ടോ ഞാൻ വെച്ചത്. അല്ല ഫുള്ളിൽ വെക്കണമെങ്കിൽ വെക്കുകയൊക്കെ ചെയ്യാം. ഞാനും എല്ലാം ഇങ്ങനെ വെച്ചു കൊടുത്ത്. ഇതിക്ക് ഞാൻ ഏലക്കായ ഇട്ടിട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്. ഇതിൻ്റെ റെസിപ്പി എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ്. ഓളുണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ഇതിക്ക് ഞാൻ തേങ്ങ ഇട്ടിക്കണം. ഓള് തേങ്ങ ഇട്ടിട്ടില്ല, ഞാൻ തേങ്ങയും ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഏലക്കായ എല്ലാം നമ്മൾ ഓപ്ഷണലാണ്. നമുക്ക് വേണ്ടത് എന്താ അതൊക്കെ ഇടാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയിരുന്നു. അന്ന് ആകെ ഒരു റെഡി ആയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം നെല്ലിക്കൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ ഇത് കുറേ ടൈം എടുക്കും കേട്ടോ ആയി കിട്ടാനും.
പിന്നെ നെല്ലിക്കനെ ശർക്കര വെള്ളത്തിൽ കിടന്ന് തിളച്ച് പിന്നെ നെല്ലിക്കൻ്റെ ക്വാണ്ടിറ്റി തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാൻ നെല്ലിക്ക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ പാടന്നെ കഴിക്കരുത് കേട്ടോ. ഉണ്ടാക്കി ഒരു പിറ്റേ ദിവസം അങ്ങനെയൊക്കെ ആയാൽ നല്ല ടേസ്റ്റാണ്. ഇത് പിന്നെ ഉണ്ടാക്കിയിട്ട് എൻ്റെത് സെറ്റായതാണ് കേട്ടോ. ഇത് ആയി എന്നറിയാനും വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാരയൊക്കെ മെൽറ്റാക്കൂലേ, അതേപോലെ തന്നെ കേട്ടോ ശർക്കര മെൽറ്റാക്കുമ്പോൾ ഒന്നിങ്ങനെ നൂൽപ്പരുവാവുമല്ലോ, അങ്ങനെ കേട്ടോ. അങ്ങനെ ഇത് സെറ്റായിക്കൊണ്ടിരിക്കും. ശർക്കര വെള്ളത്തിൽ കിടന്ന് തന്നെ നെല്ലിക്ക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അടിപൊളിയാണ്, എനിക്കിഷ്ടമായി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ.